ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭ്രമയുഗം 4 ദിവസം കൊണ്ട് കൊടുമ്പിരി കൊണ്ട കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. ഞായറാഴ്ച ഭീകര കളക്ഷൻ എന്ന് തന്നെ പറയാം. ഭ്രമയുഗത്തിന്റെ ഞായറാഴ്ച തീ കളക്ഷനാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞായറാഴ്ചയിൽ നിന്ന് മാത്രമായിട്ട് 4 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് കളക്ഷൻ, കേരള കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത്. ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് 2,65 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 120ഓളം ഹൗസ്ഫുൾ ഷോസ് ട്രാക്കേഴ്സ് പറയുമ്പോൾ 200-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാവുകയും ചെയ്യുകയാണ്. അതായത് 3.25-4 കോടിയോളമാണ് സിനിമയുടെ ഞായറാഴ്ചത്തെ കളക്ഷൻ. ഇന്നത്തെ ദിവസവും മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. മോർണിംഗ് ഷോസിന് 15% മുകളിലുള്ള ഒക്യുപ്പൻസി കാണുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 2 മില്യൺ തൂക്കിയിരിക്കുന്നു. അതായത് വിദേശ രാജ്യങ്ങളിൽ 2 മില്യന് മുകളിൽ വരുന്നു. മമ്മൂട്ടിയുടെ തുടർച്ചയായ 5ാമത്തെ 2 മില്യൺ എന്ന് പറയാം. അതായത് കേരള കളക്ഷൻ മാത്രമായിട്ട് സിനിമ 13 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 32 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതും വെറും 4 ദിവസം കൊണ്ട്. സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ കളക്ട് ചെയ്യും, ഒരു ദിവസം തികച്ചോടുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ എല്ലാവരും അപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇത് മമ്മൂട്ടിയാണ്, മികച്ച രീതിയിലുള്ള അഭിനയം കാണാമെന്നുള്ളത്. അതെല്ലാവർക്കും സാറ്റിസ്ഫൈ ആകുന്ന 100% അവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഭ്രമയുഗത്തിൽ കൊണ്ടുവന്നു. അത് ഉറപ്പിക്കാം. എന്താണെങ്കിലും സിനിമയും അതിന് മുകളിലുള്ള ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല. വീണ്ടും ഒരു സൂപ്പർ മെഗാ ഹിറ്റുമായി മമ്മൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഭ്രമയുഗത്തിൻ്റെ മറ്റൊരു കാര്യം, തമിഴ്നാട് ബോക്സ് ഓഫീസിനെ അടപടലം അടക്കി ഭരിക്കുകയാണ് ഭ്രമയുഗം. ഇന്നലത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകാം. ലാൽ സലാം എന്ന രജനീകാന്തിൻ്റെ സിനിമയ്ക്ക് 45 ലക്ഷം രൂപയാണ് 600 ഷോകളിൽ നിന്ന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയത്. ഭ്രമയുഗത്തിന് 125 ഷോകളിൽ നിന്ന് 28 ലക്ഷത്തോളം രൂപയാണ് വന്നിരിക്കുന്നത്. രാമസ്വാമി 20 ലക്ഷം രൂപയാണ് 200 ഷോകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ലവർ 42 ലാക്സ് ആണ് വന്നിരിക്കുന്നത് 400 ഷോകളിൽ നിന്ന്. അതായത് തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് സിനിമകളെ വെല്ലുവിളിച്ച അവിടെ രാജാവായി വാഴുകയാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.